ഇന്നത്തെ ഗോസ്പലിലെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വരിയാണ് പ്രധാന പുരോഹിതനോട് അടുത്ത് നിന്നിട്ട് യൂദാസ് പറയുന്നത്, ഞാൻ അവനെ നിങ്ങൾ കേൾപ്പിച്ച് തന്നാൽ നിങ്ങൾ എനിക്കെന്ത് തരും? ഈ ചോദ്യത്തിൽ ഒറ്റ ആരംഭിക്കുകയാണ്. യൂദാസിനെ കുറ്റം പറയാൻ വരട്ടെ, ഈ ചോദ്യം നമ്മൾ എല്ലാ ദിവസവും ആവർത്തിക്കുന്നതല്ലേ. 40 ദിവസം ഞാൻ മുടങ്ങുന്ന നോമ്പെടുത്ത്, ദൈവമേ നീ എനിക്കെന്ത് തരും? ഞാൻ കുരിശെടുത്ത് മല കയറി, നീ എനിക്കെന്ത് തരും? ഞാൻ എല്ലാ ദിവസവും കുർബാന മുടങ്ങാതെ വരുന്നുണ്ടല്ലോ, നീ എനിക്കെന്ത് തരും? നമ്മൾ സ്നേഹത്തിന് വില പറയാണ്, സ്നേഹത്തിന് ബാർഗെയിൻ ചെയ്യാണ്, റിലേഷൻഷിപ്പ് ട്രാൻസാക്ഷനായിട്ട് മാറുകയാണ്. അവിടെ ഒറ്റ തുടങ്ങാണ്. യൂദാസ് 30 വെള്ളിക്കാശിനാണ് ക്രിസ്തുവിന് ഒറ്റിക്കൊടുത്തെങ്കിൽ നമ്മൾ അതിനേക്കാളും ചെറിയ തുകയ്ക്ക് ഈശോയെ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എ ലിറ്റിൽ കംഫർട്ട്, എ ലിറ്റിൽ അഡ്വാൻറ്റേജ്, എ ലിറ്റിൽ റെക്കഗ്നീഷൻ. അല്പം സുഖത്തിന് വേണ്ടി, അല്പം അംഗീകാരത്തിന് വേണ്ടി, അല്പം ലാഭത്തിന് വേണ്ടി നമ്മൾ ഈശോയെ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. എവറിത്തിങ് ബിക്കംസ് എ ഡീൽ. അവിടെയാണ് ഒരു കോൺട്രാസ്റ്റ് ഇൻ ദ ഗോസ്പൽ നമ്മൾ കാണുന്നത്. എനിക്കെന്ത് കിട്ടുമെന്ന്, എനിക്കെന്ത് തരുമെന്ന് യൂദാസ് ചോദിക്കുമ്പോൾ ഈശോ ഒന്നും ചോദിക്കാതെ കംപ്ലീറ്റായിട്ട് കൊടുക്കുകയാണ്, മുഴുവൻ കൊടുത്തിട്ട് പോവാണ്. അലി കടുകശ്ശേരിയുടെ ആത്മീയം എന്ന പേരിലൊരു കവിതയുണ്ട്. ആത്മീയത പഠിക്കേണ്ടത് പുരോഹിതന്മാരിൽ നിന്നല്ല, പ്രകൃതിയിൽ നിന്നാണ്. എന്ന് തിരിച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ആർക്കെങ്കിലും വല്ലതും കൊടുക്കുന്ന നമ്മളോ, ഇന്നോളം തന്നതൊന്നും ആരോടും തിരിച്ചു ചോദിച്ചിട്ടില്ലാത്ത പ്രകൃതിയോ ഏറ്റവും വലിയ ആത്മീയൻ?